നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പറയിപ്പറ്റ പന്തിരുകുലം എന്ന കഥാവിഭാഗത്തിൻ്റെ ഐതിഹ്യങ്ങളിലൂടെ നാം അറിയുന്ന അറിവുകൾ പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങൾ എന്ന സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഒരാളായിരുന്നു വരരുചി എന്ന് വരെ പറഞ്ഞു നിർത്തി. മഹാദേവൻ്റെ പാർഷദന്മാരിൽ ഒരാളായ മാല്യവാൻ്റെ പുനർജന്മമാണ്, അംശാവതാരമാണ് ഈ വിക്രമാദിത്യൻ എന്നുള്ളതും ഇന്നലെ നമ്മൾ ഓർമ്മിക്കുകയുണ്ടായി. ഈ മഹാരാജാവ് വീര്യവാനായിട്ടൊരുവനെ ഭൂമിയിൽ അവതരിപ്പിക്കുവാൻ കൃപ തോന്നിയാലും എന്ന് മഹാദേവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച അവന്തി രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് സഹായികളായിട്ട് യക്ഷകിന്നര ഗന്ധർവന്മാരൊക്കെ ഉണ്ടാകും, രാക്ഷസന്മാരൊക്കെ ഉണ്ടാകും എന്നൊരു അനുഗ്രഹം മഹാദേവൻ കൊടുത്തിട്ടുണ്ട്. യക്ഷന്മാരെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ദേവന്മാരല്ല, എന്നാൽ മനുഷ്യരുമല്ല, മനുഷ്യരെക്കാൾ കഴിവ് കൂടുതലുമുണ്ട്, ദേവന്മാരോടൊട്ടും ഇല്ലതാനും. അങ്ങനെ വരുന്ന പല പല വിഭാഗങ്ങൾ ഉള്ളതിലാണ് യക്ഷ, കിന്നര, ഗന്ധർവ, സിദ്ധ, വരാഹ, ജീമൂതന്മാർ, ജീമൂതവാഹനൻ എന്നൊക്കെ പറയുന്ന വിദ്യാധരന്മാർ, വിദ്യാധരവർഗം, അതിലൊരാളാണ് ജീമൂതവാഹനൻ. അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അങ്ങനെ വിക്രമാദിത്യ സദസ്സിൽ വരരുചി വളർന്നു വലുതായി. അദ്ദേഹത്തിൻ്റെ ഒരു ജന്മത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, കൗശാംബി എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് അവന്തി രാജ്യത്ത്. അവിടെ അതീവ വളരെ ഒരു ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ നിപുണനായ പണ്ഡിതനായ ഒരു ബ്രാഹ്മണനായിരുന്നു സോമദത്തൻ. ആ സോമദത്തൻ്റെ അതുപോലെ തന്നെ അറിവും വിവരമൊക്കെ ഉള്ള ഒരു ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ ദേവദത്ത. ഈ ദമ്പതികളുടെ പുത്രനായിട്ടാണ് വരരുചി കൗശാംബിയിൽ ബ്രാഹ്മണ ഗ്രഹത്തിൽ ജനിച്ചു വളർന്നത്. അദ്ദേഹം ഉത്തമനായൊരു ബ്രാഹ്മണനായി തന്നെ വളർന്നു. ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലുമൊക്കെ അഗാധ പാണ്ഡിത്യം നേടിയ ആളാണ് വരരുചി. വളരെ സമർത്ഥനായി യുവാവായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ട് അദ്ദേഹം വിക്രമാദിത്യൻ്റെ സാഹിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി. അപ്പം എന്നും രാജാവ് സഭ കൂടും, ദർബാർ കൂടും. ദർബാർ കൂടുമ്പോൾ, ദർബാർ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും കവികളും നർത്തകിമാരും പ്രധാനപ്പെട്ട ചില രാജകുടുംബാംഗങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യകാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സഭയാണ് ദർബാർ. ഈ ദർബാർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഓരോരോ സ്ഥാനമാനങ്ങളും സീറ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ദിക്കിൽ ഒരു സമയത്ത് ഈ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ എന്നും രാമായണം കഥ പാടാറുണ്ട്. മഹാറാണിക്കത് വലിയ ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ ആർക്ക്? സൗമ്യദർശനയ്ക്ക്. സൗമ്യദർശനയും ഭർത്താവായ മഹേന്ദ്രാദിത്യനും, അതായത് വിക്രമാദിത്യൻ്റെ അച്ഛനും ഒരുപാട് കാലം മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഈ മഹാദേവൻ പോലും സദാസമയം യോഗനിദ്രയിൽ ശയിക്കുമ്പോൾ ചൊല്ലുന്നത് ശ്രീരാമനാമമാണ്. അങ്ങനെ ശ്രീരാമൻ്റെ കഥയായ രാമായണം കഥ വിക്രമാദിത്യ കൊട്ടാരത്തിൽ ഇന്നും പാടാറുണ്ട്. അങ്ങനെ കേട്ട് ഇങ്ങനെ ഈ വളർന്ന ഈ വിക്രമാദിത്യന് ഒരു ദിവസം ചക്രവർത്തിക്കായതിനു ശേഷം അച്ഛനും അമ്മയൊക്കെ വാനപ്രസ്ഥത്തിന് പോയി. കാരണം രാജ്യമൊക്കെ വളരെ ഭംഗിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു തോന്നൽ, രാമായണം കഥ ഞാനിങ്ങനെ എന്നും കേൾക്കുന്നുണ്ട്, ഇവിടെ വായനയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ശ്ലോകങ്ങൾ, അതും സംസ്കൃതത്തിലുള്ള വാത്മീകി രാമായണമാണ് കേട്ടോ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പല ശ്ലോകങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൗസല്യ സുപ്രജ രാമ
പൂർവസന്ധ്യ പ്രവർത്തതേ എന്ന് പറഞ്ഞ് ശാർദൂല ഇത് രാവിലെ വിശ്വാമിത്രൻ വിളിച്ചു ഉണർത്തുകയാണ് ഈ കൊട്ടാരത്തിലെ കുട്ടികളെ. ആരെ? രാമനെയും ലക്ഷ്മണനെയും. കൗസല്യ സുപ്രജാരാമ, അതായത് കൗസല്യയുടെ നല്ല പ്രജയായ മകനായ രാമ, എണീക്ക്, ഉത്തിഷ്ഠ ജാഗ്രത, ഉത്തിഷ്ഠ വാര്യ, വേഗം എഴുന്നേക്കു. സുപ്രഭാതത്തിലെ ആ പ്രഭാത ഗീതമാണ്. എന്നിട്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞ് വിളിച്ചു ഉണർത്തുന്ന ഒരു ഉണർത്തുപാട്ടാണ് വാൽമീകി രാമായണത്തിലെ ഒരു ശ്ലോകം. ഞാനൊന്ന് വെറുതെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതുപോലുള്ള ശ്ലോകങ്ങളെല്ലാം കേട്ട് നോക്കുമ്പോൾ വിക്രമാദിത്യ രാജാവിന് തോന്നി എല്ലാ ശ്ലോകങ്ങളും നല്ല ശ്ലോകങ്ങൾ തന്നെ, എല്ലാം വളരെ അർത്ഥസമ്പുഷ്ടമായ ശ്ലോകങ്ങൾ. എന്നിരുന്നാലും ശബ്ദഭംഗി കൊണ്ടും അർത്ഥഭംഗി കൊണ്ടും ഏറ്റവും നല്ല ശ്ലോകം ഏതാണ്? അദ്ദേഹത്തിന് വെറുതെ ഒരു തോന്നൽ ഒരു ദിവസം. അപ്പോൾ പണ്ഡിത സദസ്സുണ്ടല്ലോ എനിക്ക്, നവരത്നങ്ങൾ എന്ന പേര് നല്ലൊരു പണ്ഡിതൻ, അവരോട് ചോദിക്കാം, അവർക്കറിയായിരിക്കും എന്ന് കരുതി. അന്നത്തെ ദർബാറിൽ പ്രധാനമായിട്ടും വിക്രമാദിത്യൻ ചോദിച്ചത് എന്താണെന്ന്, രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ശ്രേഷ്ഠമായി, എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമല്ലേ? അതെ, എല്ലാം ശ്രേഷ്ഠം തന്നെ. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു ഇത്തിരി ഗുണം മേന്മയുള്ള മറ്റേ ശ്ലോകം ഇതോളം അങ്ങോട്ട് വരില്ല എന്ന് തോന്നുന്ന വിധത്തിലുള്ള അർത്ഥസമ്പുഷ്ടമായ, ശബ്ദസമ്പുഷ്ടമായ, ശബ്ദസൗന്ദര്യമുള്ള ആ ശ്ലോകം ഏതാണ് എന്നൊന്ന് അന്വേഷിക്കും, പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരും പറഞ്ഞു, അത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എല്ലാം നല്ലതല്ലേ, അതെ, എന്നാലും അത് കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറഞ്ഞു. പലരും ആലോചിച്ചു. അപ്പോൾ നല്ലൊരു പണ്ഡിതൻ തന്നെയാണല്ലോ വരരുചി. അപ്പം പിറ്റേ ദിവസം വന്ന എല്ലാവരോടുമായിട്ട് ഇങ്ങനെ ചോദിച്ചു, കണ്ടുപിടിച്ച രാമായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകം, ഏറ്റവും അർത്ഥപുഷ്ടിയുള്ള ശ്ലോകം ഏതാണെന്ന് കണ്ടുപിടിച്ചോ എന്നിങ്ങനെ ചോദിച്ചു. ഈ ദർബാറിൽ വന്നപ്പോൾ സാഹിത്യകാരന്മാരായിട്ട് അപ്പോൾ എല്ലാവരും ആലോചിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആലോചിച്ചു. രാമായണം എന്ന മഹാകാവ്യത്തിലെ ഏറ്റവും പ്രസക്തമായ വരികൾ ഏത്? എനിക്ക് അതാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? അപ്പം എല്ലാവരും അങ്ങ് നോക്കി, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ മഹാരാജാവ് എന്ത് ചെയ്തു? വരരുചിയോട് പറഞ്ഞു, വരരുചി, നിങ്ങളോളം പാണ്ഡിത്യം ഇവർക്ക് ആർക്കുമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ശ്ലോകം ഏതാണെന്ന് കണ്ടുപിടിക്കണം. രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്ലോകം ഏത്? അതാണ് എൻ്റെ ചോദ്യം. എനിക്കതാണ് അറിയേണ്ടത്. വരരുചി പറഞ്ഞു, അത് കണ്ടുപിടിക്കണം. വീണ്ടും മറ്റ് ശ്ലോകങ്ങളും, എല്ലാ ശ്ലോകങ്ങളും അർത്ഥസമ്പുഷ്ടി നോക്കി, ശബ്ദഭംഗി നോക്കി ഒക്കെ കണ്ടുപിടിക്കണം തിരുമനസ്. അത് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരല്ലോ. അങ്ങയോട് പറയുമ്പോൾ അതിന് ഒരു കാരണം ഉണ്ടാകണ്ടേ, ഇന്നതുകൊണ്ടാണ് അതിന് പ്രസക്തിയുള്ളതെന്ന് കാര്യകാരണ സഹിതം വേണ്ടേ പറയാൻ. അതൊക്കെ വേണം, എനിക്കറിയണത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ പറയാനിപ്പോൾ സാധിക്കില്ല, എനിക്കിപ്പോൾ അറിയില്ല ഉള്ള കാര്യം പറയാം. ഒരു കാര്യം ചെയ്തോളൂ, അങ്ങ് സമയമെടുത്തോളൂ, ഞാനൊരു 41 ദിവസം തരാം. 40 ദിവസം ആലോചിച്ചോളൂ. 41ാമത്തെ ദിവസം തീർച്ചയായിട്ടും എനിക്ക് രാമായണമെന്ന നമ്മുടെ ഇതിഹാസത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്ലോകം അറിഞ്ഞേ പറ്റൂ. കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലത്തെ സ്ഥിതി അറിയാലോ, നല്ല കടുത്ത ശിക്ഷയല്ലേ. സദസ്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്താക്കിയേക്കും, നാട് കടത്തി വിട്ടേക്കും. വരരുചി വേഗം പോന്നു. വരണ വഴി അപ്പം തൊട്ടേ ആലോചിച്ച് തുടങ്ങി. രാമായണം, വാൽമീകി രാമായണത്തിൽ അദ്ദേഹത്തിന് മുഴുവൻ ഓർമ്മയുണ്ട്, എത്ര ശ്ലോകങ്ങളുള്ളതാണ്. എന്നാലും അത് ചികഞ്ഞ് വീട്ടിൽ വന്നിട്ടും 2 ദിവസം പൊറിക്കൊന്നും പുറത്തിറങ്ങാതെ കണ്ട് അദ്ദേഹം ഇരുന്ന് രാമായണം ഇങ്ങനെ പരതി നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ ഇത്തവണ ദർബാർ കഴിഞ്ഞ് വന്നതിന് ശേഷം ആകെ ഒരു മൗനമാണല്ലോ, എപ്പോഴും മുറിക്കകത്ത് അടച്ചുപൂട്ടി ഇരിക്കുകയാണല്ലോ എന്നൊക്കെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും തോന്നി. 2 ദിവസം ഇരുന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. 41 ദിവസമാണ് കേട്ടോ മഹാരാജാവ് കൊടുത്തേക്കണ അവധി ദിവസം. അദ്ദേഹം പറഞ്ഞു, ഇവിടെ അങ്ങനെ ഇരുന്നാലൊന്നും കിട്ടാൻ പോണില്ല, എനിക്ക് ഇന്ന് ഉത്തരം പോകാം, കടന്ന് പോവുക, അന്വേഷിക്കാം, കിട്ടിയാൽ ഭാഗ്യം, ഏതാണെന്ന് എനിക്ക് നിശ്ചയമില്ല, എന്തായാലും പോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം
രാമായണത്തിലെ പ്രസക്തമായ ശ്ലോകമേതെന്ന് അന്വേഷിച്ചുകൊണ്ട് നാടുവിട്ടു വെച്ചാൽ ദേശാടനം നടത്തി. പല പല സ്ഥലങ്ങളിലും ചെന്നു, പല പണ്ഡിതന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു, പല പല ക്ഷേത്രങ്ങളിൽ ചെന്നു, പലരുമായിട്ട് പല സന്യാസിമാരുമായിട്ടൊക്കെ സംസാരിച്ചു. എല്ലാവരും പറയും ഈ ശ്ലോകം വളരെ നല്ലതാണ്, അതാണെങ്കിൽ നല്ലതാണ്. അയ്യോ, ശ്രീരാമന് രാജ്യസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, തനിക്ക് തൻ്റെ രാജ്യത്തോടെ എത്ര സ്നേഹമുണ്ടോ അത്ര തന്നെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ രാജാവാണ് ശ്രീരാമൻ. ലങ്ക പിടിച്ചടക്കി കഴിഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്, സ്വർണ്ണമയി ലങ്ക, ഈ ലങ്ക സ്വർണ്ണമയിയാണ്, യുദ്ധം ചെയ്ത് എത്ര കാലത്തെ പ്രയത്നം കൊണ്ട് പിടിച്ചടക്കി. എന്നിട്ട് ആ രാജ്യം സ്വന്തം സാമ്രാജ്യത്തോട് ചേർക്കാനല്ല നോക്കിയത്, അവിടെയുള്ള ഓരോരുത്തർക്കും ആ രാജ്യത്തോടുള്ള സ്നേഹം എത്ര വലുതാണ്, എനിക്ക് എൻ്റെ അയോധ്യയോടുള്ള അത്രയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ലക്ഷ്മണനെ വിളിച്ച് പറഞ്ഞത് എന്താണെന്നോ, രാജകുമാരനായ രാവണൻ്റെ താഴെയുള്ള അനുജനായ വിഭീഷണനെ അഭിഷേകം ചെയ്യൂ, ലങ്കാധിപതിയാക്കുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, പിന്നെ ജപ്പാടൊക്കെ കഴിച്ച് യുദ്ധം ചെയ്തിപ്പോൾ രാജ്യം പിടിച്ചടക്കിയിട്ട് ഇപ്പം അവർക്ക് തന്നെ കൊടുക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞു. അതല്ല, ശരിയല്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ രാമൻ പറയുന്നതായിട്ടൊരു ശ്ലോകമുണ്ട്, സ്വർണ്ണമയി ലങ്ക എന്ന് പറഞ്ഞാൽ സ്വർണ്ണമയിയാണ്, അത്രമാത്രം സമ്പത്തുള്ള രാജ്യമാണ്. അത് സ്വർഗാതപി ഗരീയസി, സ്വർഗത്തിന് തുല്യമാണ് അവിടെ. പക്ഷെ അത് മറ്റൊരാളൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ടൊന്നും ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആ രാജ്യത്തുള്ളവർക്ക് അവരുടെ രാജ്യത്തോടൊരു പ്രത്യേക, എത്ര തന്നെയായാലും എൻ്റെ രാജ്യം, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്നൊക്കെയുള്ള എൻ്റെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ അഭിഷേകം നടത്തി വിഭീഷണനെ അവിടുത്തെ രാജാവാക്കിയിട്ടാണ് പോകുന്നത്. അതും രാമായണത്തിലുള്ള നല്ല ശ്ലോകമാണ്. എന്നുവെച്ചാലും അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞു. പല പല ശ്ലോകങ്ങളും നല്ലതെന്ന്. ഏറ്റവും പ്രസക്തമായ ശ്ലോകം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ദിവസങ്ങൾ പല പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് പല പല രാജ്യങ്ങളും കയറി ഇറങ്ങി നടന്ന് അന്വേഷിച്ച് വരരുചിക്ക് 40ാമത്തെ ദിവസമായി. ഇതുവരെ കിട്ടിയിട്ടില്ല ഉത്തരം. വരരുചി ഇങ്ങനെ ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞു നേരപ്പത്തിരി സന്ധ്യയായി. എല്ലാ ക്ഷേത്രങ്ങളുടെയും മുൻവശത്തായിട്ട് ആൽവൃക്ഷം ഉണ്ടാകുമല്ലോ, ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണെങ്കിൽ ആലിൻ്റെ ഇലകൾ ഇങ്ങനെ എപ്പോഴും തുള്ളി കൊണ്ടിരിക്കണം, നല്ല കാറ്റുമാണ്. അപ്പോൾ ആൽമരത്തിൽ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാം, സന്ധ്യയാവുകയും ചെയ്തു, അമ്പലമൊക്കെ അടച്ചല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ആൽമരത്തിലെ ഒരുപാട് വനദേവതമാർ വന്ന് താമസിക്കുന്നുണ്ട്. വനദേവതമാരെന്ന് പറഞ്ഞാൽ അവർ സത്യത്തിൽ വനത്തിലെ ദേവതമാരാണ് എന്നുവെച്ചാൽ പലരും എല്ലാവരും അങ്ങനെ സത്മൂർത്തികളല്ല, ചിലരൊക്കെ മൂർത്തികളും ഉണ്ട്. അവർ അങ്ങനെ ഇതായിട്ട് ഈ ആലിൻ്റെ മുകളിൽ തന്നെ താമസമുള്ളവരാണ്. സ്ഥിരതാമസമുള്ള ഏതാനും പേര് പകലൊക്കെ തേടി ഓരോരോ വഴിയൊക്കെ പോയി അത് കഴിഞ്ഞേച്ച് ആലിൻ വൃക്ഷത്തിൽ വന്ന് വിശ്രമിക്കുകയാണ്. മരത്തിൻ്റെ മുകളിൽ അവർ താഴെ ഒരു ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നുണ്ട്. അദ്ദേഹം അപ്പോൾ ഏതായാലും നല്ല ക്ഷീണം തോന്നി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് നിവർന്ന് അങ്ങോട്ട് കിടന്നു. അപ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ അദ്ദേഹം ഉറക്കെ പ്രാർത്ഥിച്ചു, വനദേവതമാരെ എന്നെ കാത്തോളണേ എന്ന്. ഇത് ആലിമുകളിലിരിക്കണം വനദേവതമാർ കേട്ടു. ഈ ബ്രാഹ്മണൻ നമ്മളെ എന്തുമാത്രം വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജീവൻ നമ്മുടെ കയ്യിലാണ് തന്നേക്കണേ, നമ്മളോടാണ് രക്ഷിക്കാനായിട്ട് പറഞ്ഞേക്കണത്. നമുക്ക് അദ്ദേഹത്തിനെ സംരക്ഷിക്കാണ്ട് പറ്റില്ല. നമ്മുടെ ജോലിയിൽ നമ്മളെ വിളിച്ച ഒരാൾ സഹായം അഭ്യർത്ഥിച്ചാൽ നമ്മളത് ചെയ്തിരിക്കണം. അതാണ് എന്ന് പറഞ്ഞ് വനദേവതമാരവിടെ കാത്തിരുന്നു മരത്തിൻ്റെ മുകളിൽ. വരരുചി താഴെ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞു. നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട്, വെയിലൊന്നും ഇല്ലല്ലോ, രാത്രിയായി. അങ്ങനെ ആകാശത്തിൽ നക്ഷത്രങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജ്യോതിശാസ്ത്രമൊക്കെ അറിയാം, ഗണിതശാസ്ത്രമൊക്കെ അറിയാം. അപ്പം ഇങ്ങനെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നക്ഷത്രങ്ങളുടെ സ്ഥാനമനുസരിച്ച് പുണ്യമായ സമയം, നല്ല മുഹൂർത്ത സമയം, അപ്പോൾ ഏറ്റവും നല്ല ഇതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്, ദൂഷ്യശമനമൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം ഇവിടെ അടുത്തിപ്പോൾ ഒരു നല്ല ജനനം നടക്കാൻ പോകുന്നുണ്ടല്ലോ, ഒരു കുടിലിൽ ഇവിടെ അടുത്തൊരു സ്ഥലത്തൊരു ജനനത്തിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു.
അത് അദ്ദേഹം ജ്യോതിശാസ്ത്രത്തിൽ അറിവുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദൂരെ എങ്ങാണ്ടുന്ന കുറേ വനദേവതമാരെ അങ്ങോട്ട് പറന്നു വന്ന് ഈ മരത്തിൽ വന്നിരുന്നു. അപ്പോൾ അവർ നിങ്ങളെവിടേക്ക് ഈ ധൃതി പിടിച്ച് പോകണമെന്ന് ചോദിച്ചു ഇവിടെ സ്ഥിരതാമസക്കാർ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ഒരു 4 വീട് അപ്പുറം പുഴയുടെ തീരത്തായിട്ട് ഒരു പറയക്കുടിലുണ്ട്. പറയക്കുടിലെന്ന് വെച്ചാൽ പറയ ജാതിയിൽ പെറ്റവർ താമസിക്കുന്ന വീടിന് കുടിൽ എന്നാണ് പറയുക. അത്ര വലിയ വലിപ്പമൊന്നുള്ള വീടല്ല, പാവപ്പെട്ടവരുടെ വീടല്ലേ, കുടിൽ എന്ന് പറയും. കുടിൽ ഉണ്ട്. അവിടെ ഇന്ന് ഒരു രാത്രി ഒരു ജനനം നടക്കും. അവിടുത്തെ ആ വീട്ടമ്മ ഇന്ന് രാത്രി പ്രസവിക്കും. പ്രസവേനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരെ ആ സൂതികാഗ്രഹത്തിൽ കയറ്റി എന്നുവെച്ചാൽ പ്രസവിക്കാനുള്ള പ്രത്യേക മുറിയിൽ കയറി അവർ സൂതികാഗ്രഹത്തിൽ നിന്നുള്ള എപ്പോഴാ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുക, ഇപ്പം പ്രസവിക്കുക, എപ്പോഴാ കരച്ചിൽ കേൾക്കുക എന്ന് സമയം നോക്കി ജനിക്കുന്ന സമയം അനുസരിച്ചിട്ടാണ് ആ കുട്ടിയുടെ ഭാവി ജീവിതത്തിൻ്റെ ജാതകം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സമയം നോക്കി ഗണിച്ച് ഇങ്ങനെ ആ കുട്ടിയുടെ ആൾക്കാരൊക്കെ അവിടെ പുറത്തുണ്ട്. പക്ഷേ ഈ ജനിക്കാൻ പോകുന്ന കുട്ടിയുണ്ടല്ലോ, സ്ഥിരതാമസക്കാരായ വനദേവതമാരോട് പറയാം, നിങ്ങളും പോരെ ആ വീട്ടിലേക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രസവം നടക്കുന്ന സമയത്ത് ധാരാളം അശുദ്ധരക്തം പുറത്തു പോകും. അതുപോലെ കുഞ്ഞ് കിടക്കുന്ന ഒരു കൂടിനകത്താണ് കിടക്കുക, വെള്ളത്തിലാണ് കിടക്കുക. ആ കൂട് പൊട്ടി വെള്ളം പുറത്തേക്ക് പോകും. ഇതൊക്കെ ഈ വനദേവതമാർ ഭക്ഷണമാക്കുന്ന ഒരു രീതി ആ വനദേവതമാർക്കുണ്ടാകും. ആ വനദേവതമാർ ധാരാളം ചോരനീരൊക്കെ ഒഴുകുന്നവിടെ. അപ്പം നമുക്ക് കുശാലായ സദ്യ പോവാൻ നമുക്ക് നോക്കും. അപ്പോൾ ആ വന്ന വിരുന്നുകാരായ വനദേവതമാർ ഞങ്ങൾ പോവുകയാണ്. അവിടെ നിന്ന് പ്രസവപ്പം നടക്കും. ഈ പ്രസവത്തിലൊരു പെൺകുട്ടിയാണ് ജനിക്കുക എന്നിവർ മുൻവിധിയൊക്കെ പറഞ്ഞു. അവർ പോവുകയാണ്. നിങ്ങൾ പൊക്കോളൂ. പോയി വരുമ്പോൾ വിശേഷമൊക്കെ പറയൂ കേട്ടോ. അവിടുത്തെ ഞങ്ങളിന്ന് വരണില്ല. എന്നാൽ നിങ്ങൾ വരാത്ത, നിങ്ങൾക്ക് ഒന്നും വേണ്ടേ ചോരയും അപ്പോൾ പറഞ്ഞു ചോരയും നീരും വേണ്ടാന്നിട്ടല്ല. താഴെ ഒരാൾ കിടന്നുറങ്ങണമുണ്ട്. അദ്ദേഹം ഒരു മഹാബ്രാഹ്മണനാണ്, വളരെ വലിയ പണ്ഡിതനൊക്കെയാണ്, അറിവുള്ള ആളാണ്. നല്ല ക്ഷീണമുണ്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം ഉറങ്ങുക. പക്ഷെ ഉറങ്ങാൻ നേരത്തെ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ വനദേവതമാരെ എന്നെ കാത്തോളണേന്ന്, ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച ആളെ ഞങ്ങൾക്ക് രക്ഷിക്കാണ്ട് പറ്റൂ. ഞങ്ങളിന്ന് അദ്ദേഹത്തിന് കാവലിരിക്കണേ ഉള്ളൂ, പട്ടിണി കിടന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ പറന്നും പോയി. അവർ ആ പറയക്കുടിലിൽ ചെന്നു. അധികം താമസിയാതെ അവിടുത്തെ വീട്ടമ്മ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പോയവരൊക്കെ ഈ പറഞ്ഞപ്പോൾ ചോരയും നീരുമൊക്കെ അവർക്ക് കഴിക്കേണ്ടതൊക്കെ അവരും കഴിച്ചു. കുട്ടിയുടെ അച്ഛനെ എല്ലാവരും സന്തോഷമായിട്ടിരുന്നു. ഇവർ കാര്യം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. പോണ വഴിക്ക് തിരിച്ച് ഈ ആൽമരത്തിൽ സ്ഥിരതാമസമാക്കിയ വനദേവതമാരുടെ അടുത്ത് വന്നു. പ്രസവമൊക്കെ കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞു. പെൺകുട്ടി നല്ല സുന്ദരി കുട്ടി കേട്ടോ, കണ്ട കൊതിയാവും. അങ്ങനത്തെ ഒരു കുട്ടി. ശരി, അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥിരതാമസക്കാരായ ഈ വനദേവ, എങ്ങനെയുണ്ട് ആ കുട്ടിയുടെ ജാതകമൊക്കെ നിങ്ങൾക്ക് ഗണിക്കാൻ പറ്റണതല്ലേ? ഭാവിയിൽ എന്തായി തീരും ആ കുട്ടി, ആരായി തീരും എന്നൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയാം. ആ കുട്ടിയുടെ ജാതകമൊക്കെ കൊള്ളാം. ഈ താഴെ കിടക്കുന്ന ബ്രാഹ്മണനില്ലേ, അദ്ദേഹം നിങ്ങൾ കാവലിരിക്കണ ഈ ബ്രാഹ്മണനില്ലേ, അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം നിങ്ങളാ മനസ്സിലാക്കിക്കോളൂ, വിക്രമാദിത്യ രാജാവിൻ്റെ സാഹിത്യ സദസ്സിലുള്ള ഒരു കവി കൂടിയാണ്, ഒരു പണ്ഡിതൻ കൂടിയാണ് എന്ന് പറഞ്ഞു. അതിനെന്താ, അദ്ദേഹമാണ് ആ പറയക്കുടിയിൽ ജനിച്ച പെൺകുട്ടിയെ വേളി കഴിക്കാൻ പോണത്. അയ്യോ, അത്ഭുതപ്പെട്ടു പോയി അവർ. എന്താ ഒരു ബ്രാഹ്മണൻ, മഹാബ്രാഹ്മണൻ പറയക്കുടിയിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ വേളി കഴിക്കുക. അന്നത്തെ കാലത്തൊന്നും ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യമാണ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. പക്ഷെ വിധി ആ കുട്ടി ഈ ബ്രാഹ്മണൻ്റെ ശിരസിലെഴുത്തും ആ പെൺകുട്ടിയുടെ ശിരസിലെഴുത്തും അവർ തമ്മിൽ കൂടി യോജിക്കാനാണ്.
അതിന് വിധിക്ക് ഒരു മാറ്റവും. വിധാതാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് അത് തീരുമാനിക്കണത്. വിധാതാവ് നോക്കിക്കോളൂ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ബ്രാഹ്മണൻ എന്ന് എടുത്തു പറഞ്ഞു, ഈ ബ്രാഹ്മണനാണ് ആ പറയക്കുടിൽ ജനിച്ച പെൺകുട്ടിയെ വേളി കഴിക്കാൻ പോണത്. ഈ ബ്രാഹ്മണനോ? അതേന്നേ, ഈ നിങ്ങൾ പറയണ ഈ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞില്ലേ, ചാൾ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല. എന്താ അത് അറിവില്ല എന്ന് നിങ്ങൾ പറയാൻ കാരണം? 40 ദിവസമായിട്ട് ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കുക. എന്തിനാണെന്നറിയോ? ഇല്ല, ഞങ്ങളത് ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്നാൽ പറയാം. രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്ലോകം ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് നടക്കണേ. ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെന്തു പണ്ഡിതൻ? ഓഹോ, അങ്ങനെയാണോ? ഇല്ല, അദ്ദേഹത്തിന് കിട്ടിയില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പക്ഷികളുടെ ഈ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കിടക്കണേ വരരുചി താഴെ. അദ്ദേഹത്തിന് ഒരു സിദ്ധിയുണ്ട്. എന്ത്? പക്ഷികളും മൃഗങ്ങളും ഒക്കെ തമ്മിൽ സംസാരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട്. ഉടൻ തന്നെ വരരുചി ചെവി ഓർത്തിരുന്നു. രാമായണത്തിലെ പ്രസക്തമായ ശ്ലോകം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നോ? അതേ, മനസ്സിലായിട്ടില്ല. ആർക്കാ അറിയാത്ത രാമായണത്തിലെ പ്രസക്തമായ ശ്ലോകം ഏതാണെന്നറിയോ? ആ ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാദയഥാ സുഖം. വാൽമീകി രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്ലോകം ഇതാണെന്ന് അറിയാത്ത വിഡ്ഢി കുഷ്മാണ്ടാണ് ഈ കിടക്കുന്നത്. ഇതാണ് ആ കുടിയിൽ ജനിച്ച പെൺകുട്ടിയെ വെളി കഴിക്കാൻ പോണേ. ഓഹോ, ഇത് കേട്ടപ്പോൾ വരരുചി ശ്രദ്ധിച്ചു. വരരുചിക്ക് രാമായണത്തിലെ പ്രസക്തമായ ശ്ലോകം ഏതാണെന്ന് മനസ്സിലായി. വലിയ സന്തോഷമായി. 40ാമത്തെ ദിവസം രാത്രിയാണല്ലോ ഈ സംഭവം. നാളെയാണ് കാലാവധി തീരുന്നത്. വിട്ടുപിടിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോവാം, മഹാരാജാവിനോട് ഉത്തരവും പറയാം. പക്ഷെ അതേസമയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ദുഃഖം. മഹാപണ്ഡിതനായ ബ്രാഹ്മണനായ ഞാൻ ആ പറയക്കുടിലിൽ ജനിച്ച പെൺകുട്ടിയെ വേളി കഴിക്കേണ്ടി വരുമോ? അന്നത്തെ കാലത്ത് അത് മഹാപാതകമാണ്. അങ്ങനെ ആരും സംഭവിക്കാനേ പാടില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ്. വരുമോ? നോക്കാം. എന്തായാലും ഇപ്പം ജനിച്ചല്ലേ ഉള്ളൂ. വിവാഹപ്രായം ആവണേന് മുൻപ് എന്തെങ്കിലും ഒരു മറുമരുന്ന് കണ്ടുപിടിക്കണം, അതിനെ തടസ്സം ചെയ്യണം എന്ന് തന്നെ ഉറപ്പിച്ച് അദ്ദേഹം അവിടെ നിന്ന് എണീറ്റു. ആലും ചോട്ടിൽ നിന്ന് എണീറ്റു. ഈ കഥം പറഞ്ഞ് വന്ന കിളികൾ അങ്ങോട്ട് പറന്നു പോയി. മറ്റേ കിളികൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അതേ ബ്രാഹ്മണൻ എണീറ്റ് പോണു, നേരം വെളിച്ചവറായി എന്നാ തോന്നണേ എന്നും പറഞ്ഞ് ആ കിളികളും പറന്നുപോയി, ഇര തേടിപ്പോയി. വരരുചിയാകട്ടെ നേരെ തൻ്റെ രാജ്യമായ അവന്തി രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു. അതിൻ്റെ തലസ്ഥാനമായ ഉജ്ജയിനി, വിക്രമാദിത്യ രാജാവ് കെട്ടിപ്പടുത്തു ഉയർത്തിയ നഗരമാണ് ഉജ്ജയിനി. ആ ഉജ്ജയിനിയിലെ രാജകൊട്ടാരത്തിലേക്ക് നടന്ന് ചെന്നു. ഇനി എന്താണ് ഉണ്ടാകുന്നത്? ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? വരരുചിയുടെ ജീവിതം പിന്നെ എങ്ങനെയായി എന്ന് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം പറയാം. അപ്പോൾ ഇന്ന് രാമായണ മാസത്തിൻ്റെ ആരംഭമാണ്. കർക്കിടക മാസം 1-ാം തീയതിയാണ്. ഇന്ന് നമ്മൾ രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്ലോകം മനസ്സിലാക്കി. ഏത്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഇതിലെ ഏറ്റവും ഈ ശ്ലോകത്തെ തന്നെ ഒന്നുകൂടെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇതിൽ വരരുചി മനസ്സിലാക്കി. ഈ ശ്ലോകത്തിലെ ഏറ്റവും പരമശ്രേഷ്ഠമായ വരികൾ മാം വിദ്ധി ജനകാത്മജ, മാം വിദ്ധി ജനകാത്മജ എന്നുള്ളതാണ്. ഈ വരിയിൽ തന്നെ ഏറ്റവും പവിത്രമായ
അർത്ഥസമ്പുഷ്ടിയുള്ള അക്ഷരം മ. മ മ അമ്മയുടെ മ എന്ന ശബ്ദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പദമാണ് അമ്മ. ഏത് ഭാഷയിലെയും അമ്മ എന്ന സ്ഥാനത്തിന് പറയുന്ന വാക്കിൽ മായുടെ അംശമുണ്ട്. അമ്മ എന്ന് പറയും, എത്ര മധുരമായിട്ട് അല്ലേ. ഉമ്മ എന്ന് പറയും, അവിടെയും മധുരമില്ലേ. അമ്മച്ചി എന്ന് പറയും ചിലർ അച്ചമ്മ, അമ്മമ്മ അല്ലേ. ചിലർ ഹിന്ദിയിലൊക്കെ ആകുമ്പോഴേക്കും മാം, സംസ്കൃതമാകുമ്പോൾ മാതാജി ഇല്ലേ. ചിലരെങ്കിലും മമ്മ എന്ന് പറയും, അമ്മയെ മമ്മ എന്ന് പറയും. പൂര ഭാഷയിൽ മമ്മി എന്നും പറയും, അവിടെയും മായുണ്ട്. ലോകത്തിൽ 2000-ലേറെ ഭാഷകളുണ്ടെന്നാണ് പറയണത്. എല്ലാ ഭാഷകളിലെയും മാ എന്ന അർത്ഥം വരുന്ന പദത്തിൽ മാ എന്നുണ്ട്. ചിലർ മാ എന്ന് പറയും, മായ, മേയ, ഇങ്ങനെയൊക്കെ ഉണ്ട് ഓരോരോ ഭാഷകളിൽ അമ്മയ്ക്ക് പറ്റിയ പദങ്ങൾ, അമ്മയെ പ്രതിനിധീകരിക്കുന്ന പദങ്ങൾ. അത്രയും പവിത്രമായ അക്ഷരമാണ് മ. ഈ വരിയിലെ ഏറ്റവും പവിത്രമായ അക്ഷരം കൂടി നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ് മാ. ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത ദിവസം രാമായണത്തിലെ ഈ ശ്ലോകത്തിനെ തുടർന്ന് വരരുചിയുടെ കഥയിലേക്ക് പോകാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. വരരുചിയുടെ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മുത്തശ്ശിമാരോട് ചോദിക്കണം. അവർ കേട്ടിട്ടുള്ളതും ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളതുമായതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വായിച്ചിട്ടും കേട്ടിട്ടും ഉള്ള അറിവാണ്. കുട്ടിക്കാലത്ത് എൻ്റെ ഭവനത്തിലെ മുത്തശ്ശിമാർ കഥകൾ പറയാറുണ്ട്. വളർന്നു വലുതായി അക്ഷരം പഠിച്ചപ്പോൾ പല പുസ്തകങ്ങളും വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം ചേർത്തിട്ടാണ് ഇന്ന് പറഞ്ഞത്. ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും ഒരറിവ് കൂടി ഈ കഥകളിലൂടെ തരാൻ കഴിയുമെങ്കിൽ എനിക്ക് തരൂ. അല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടിയെങ്കിൽ എടുക്കുകയാകാം. അങ്ങനെയാണ് നമ്മുടെ ഒരു സൗഹൃദം കേട്ടോ. എല്ലാവരും കഥകൾ കേൾക്കണം, അതിലെ നന്മകൾ കാണണം. എല്ലാവർക്കും നന്ദി.